ഹായ് ഹലോ. ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെ വളരെ അടുത്തു നിന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇതുപോലുള്ള സ്നേക്ക് പാർക്കുകൾ. ഇവിടെയൊക്കെ വന്ന് നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടുപോകും. പക്ഷേ ഇത് നമ്മളെ വീടിൻ്റെ ഉള്ളിലോ പരിസരത്തോ ഒക്കെ ആണെങ്കിലുള്ള ഒരവസ്ഥയോ, അതോടെ നമ്മുടെ സമാധാനം അങ്ങ് പോയി കിട്ടും. ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തണുപ്പുള്ള സീസണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ വീഡിയോ. പാമ്പുകൾ സഞ്ചരിക്കാത്ത ഒരു സ്ഥലവും ഉണ്ടാവില്ല. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഒരുപാട് പാമ്പുകൾ യഥേഷ്ടം സഞ്ചരിക്കുന്നുണ്ടാവും. നമ്മളെ ശ്രദ്ധയിൽ അത് പെടുന്നില്ല എന്ന് മാത്രം. ആ സഞ്ചരിക്കുന്ന പാമ്പുകൾ അവിടെ തങ്ങണോ അതോ അവിടുന്ന് പോകണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ കട്ട വിരിച്ച് സിമൻ്റ് ഇട്ട് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടാവും. വീടിൻ്റെ പുറകുവശത്ത് പാമ്പുകളുടെ ഇഷ്ടവാസ സ്ഥലമായ ചകിരി, പലക, കല്ലിൻ്റെ കൂട്ടം, വേസ്റ്റുകൾ, ചപ്പ് ചവറുകൾ ഇതൊക്കെ കുന്നുകൂടി കിടക്കുന്നുണ്ടാവും. ഇത് പാമ്പുകളെ ആ സ്ഥലത്ത് തങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പം നമ്മുടെ വീടും പരിസരമൊക്കെ ഈ മാസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഒരു വൃത്തിയാക്കിയിടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. കാരണം പണ്ടൊക്കെ ഈ രാജവെമ്പാല പോലുള്ള പാമ്പുകളൊക്കെ അപൂർവമായിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് വീടിൻ്റെ അടുക്കളയിൽ വരെ അതുപോലുള്ള പാമ്പുകളെ നമ്മൾ കാണുന്നുണ്ട്. അത് വനപ്രദേശമായാലും സിറ്റി ആയാലും ഒരു വ്യത്യാസമില്ലാതെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. കാരണം പാമ്പുകൾക്ക് വസിക്കാനുള്ള സ്ഥലം വളരെ കുറഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ ജനവാസ കേന്ദ്രമായപ്പോൾ ജനത്തിൻ്റെ ഇടയിലൂടെ പാമ്പുകളും താമസിക്കുന്നൊരവസ്ഥയാണിത്. നമ്മൾ പാമ്പുകളെ അകറ്റാൻ വേണ്ടി മണ്ണെണ്ണ, കായം, വെളുത്തുള്ളി ഇതൊക്കെ ഒരുപാട് തെളിക്കും. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം പാമ്പുകൾ അതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പാമ്പുകൾക്ക് ഒരു മണം പിടിക്കാനുള്ള കഴിവില്ല എന്നൊക്കെയാണ് അറിവുള്ളത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ തന്നെ ഇതിനൊക്കെ നമുക്ക് ഒരുപാട് അകറ്റി നിർത്താൻ പറ്റും. വാഷ് ബേസിൻ്റെ ഡ്രെയിനേജ് പൈപ്പ് അതൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളിക്കട്ടൻ പോലുള്ള പാമ്പുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു വാഷ് ബേസ് വെള്ളം ബ്ലോക്കായപ്പോൾ ഒരു സ്ത്രീ കൈയിട്ടിട്ട് ബ്ലോക്ക് ഒഴിവാക്കാൻ നോക്കുകയും അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടാവുകയും കടികൾക്കൊക്കെ ഉണ്ടായ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രെയിനേജ് പൈപ്പൊക്കെ ഒരുപാട് സൂക്ഷിക്കണം. ജനവാതിൽ തുറന്നിടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് പാമ്പ് വീടിൻ്റെ ഉള്ളിൽ വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ തണുപ്പുള്ള സമയത്താണ് പാമ്പുകളുടെ സഞ്ചാരം ഏറ്റവും കൂടുതൽ. അതുപോലെ കുറ്റിച്ചെടികൾ, മാളങ്ങൾ ഇതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് അടച്ചിടേണ്ടത് വളരെ ഉപകാരപ്പെടും. കുട്ടികളുള്ള വീടുകളിൽ പ്രത്യേകിച്ച്. ഏറ്റവും കൂടുതൽ ആളുകൾ കടിയേറ്റ് മരിക്കുന്നത് അണലിയുടെ കടിയേറ്റാണ്. ഏറ്റവും വീര്യം കൂടിയ വിഷം വെള്ളിക്കെട്ടൻ്റെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഭയം മൂർഖനെയാണ്. ഇതാണ് നമ്മളുടെ ഒരു ധാരണ. പക്ഷേ ഒരു ചേരയാണെങ്കിൽ പോലും അത് കുട്ടികൾ കണ്ട് ഭയക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ തണുപ്പുള്ള സീസണിലൊക്കെ വീടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നൊരു കാര്യം നമ്മളിപ്പോൾ രചിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.